ആ മോനെപ്പോഴേ വന്നേ? ഇപ്പൊ എത്തിയതേ ഉള്ളൂ അച്ഛാ. ഒറ്റയ്ക്കേ ഉള്ളോ? ഇല്ല, ചന്ദ്രയുണ്ട്. ഇവിടുത്തെ വിശേഷം അറിഞ്ഞുകൊണ്ട് വന്നായിരിക്കും അല്ലേ? എന്ത് ചെയ്യാനാ മോനെ, ഏതോ ഒരു സാമദ്രോഹി ചെയ്തതാ. തന്ത ആരാണെന്ന് ചോദിച്ചാ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റാത്ത ചിലരുണ്ടല്ലോ ഇവിടെ. അവരിൽപ്പെട്ട ആരോ ചെയ്തത്. എന്നെങ്കിലും അവനെ എൻ്റെ കൈ കിട്ടും. നട്ടലടിച്ച് ഞാൻ സൂപ്പാക്കും. എന്നിട്ട് അതുകൊണ്ട് കുട്ടിയും കോലും കളിക്കും. ഈ ബാധോപദ്രവമാണെന്നൊക്കെയാ ചിലർ പറയുന്നത്. വിവരമില്ലാത്തവരങ്ങനെ പലതും പറയും. ബാധയുടെ ഉപദ്രവം. സ്വന്തമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അങ്ങനെയൊന്നും നമ്മൾ കരുതാറില്ലല്ലോ. ഇതൊന്നുമല്ല, മനഃപൂർവ്വം ചെയ്തതാ. പോലീസിൽ പരാതിപ്പെടണ്ടെന്ന് കരുതിയാ കൊടുക്കാഞ്ഞത്. കല്യാണമൊക്കെ നടക്കാൻ പോവല്ലേ, വെറുതെ എന്തിനാ? പക്ഷേ ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല. എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തുണികളാ ഈ കത്തിച്ചു കളഞ്ഞത്. കല്യാണം കഴിയട്ടെ, പലിശയും മുതലും ചേർത്ത് ഞാൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ചെയ്തത് ആരാണെന്ന് അറിയില്ലല്ലോ, പിന്നെ എങ്ങനെയാ പ്രതികാരം ചെയ്യുന്നേ? ആ, എനിക്കെല്ലാം അറിയാം മോനെ, എൻ്റെ മോക്കും അറിയാം. വേണ്ടെന്ന് വെച്ചിട്ടാ. ഞാൻ പറഞ്ഞില്ലേ മോനെ, കല്യാണം അതാ മുഖ്യ കാരണം. ആ മോനെ, അകത്തേക്ക് വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇവിടെ തനിച്ച് നിൽക്കുന്നതേ അത്രയ്ക്ക് ശരിയല്ല. ബാധയുടെ ഉപദ്രവം മോനെയും ബാധിക്കാം. അതിന് ഞാൻ തനിച്ചല്ലല്ലോ, ശരത്തുണ്ടല്ലോ. ശരത്ത്? ഓ, ശരത്ത് മോൻ, ബെസ്റ്റ് കമ്പനി. എന്താ ശരത്ത് മോനെ, ഏതാ ബാധയെന്ന് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയോ? പറ്റിയ അറിയിക്കണേ. ഉച്ചാടനം ചെയ്യാനേ ഞാൻ നല്ല ഒന്നാം തരം തന്ത്രികളെയും കൊണ്ട് വരുന്നുണ്ട്. മോൻ വാ. ഒന്ന് നിന്നേ. പരികർമ്മികളെ കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് പറ അങ്ങേരോട്. ചെറിയവരൊന്നും പോരാതെ വരും ഈ ബാധ ഒഴിപ്പിക്കാൻ. അതെ, അത് അദ്ദേഹം എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. നീ എന്തിനാണ് അസ്വസ്ഥനാവുന്നത്? എന്തായാലും ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോ നിനക്കിട്ടൊരു പണി ഉറപ്പാ. നീ ഒരുങ്ങിയിരുന്നോ? അല്ല, എവിടം വരെയായി ഒരുക്കങ്ങള്? നടക്കുന്നു. അതിനിടയ്ക്കാണല്ലോ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. എന്ന് വെച്ച് കല്യാണത്തിനൊരു കുഴപ്പം ഉണ്ടാകത്തില്ല. എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും. എല്ലാരും കരുതിയത് ഞാൻ തീപിടുത്തം അറിഞ്ഞിട്ട് വന്നതാണെന്നാ. കൂടെ വന്ന സിദ്ധേട്ടനോട് പോലും ഞാൻ ആ രഹസ്യം പറഞ്ഞിരുന്നില്ല. ഇവിടെ വന്ന് നിങ്ങളോടായിട്ട് വേണം എനിക്കിത് പറയാനെന്ന് തീരുമാനിച്ചതുകൊണ്ടാ അങ്ങനെ ചെയ്തത്. രഹസ്യം? എന്ത് രഹസ്യം? ആരും എതിർത്തൊന്നും പറയരുത്. എൻ്റെ ഒരു ആഗ്രഹമാണ്. എല്ലാരും കൂടി അതങ്ങ് നടത്തിത്തരണം. മോള് കാര്യം എന്താണെന്ന് വെച്ചാ പറ. അതെ, എന്നാലല്ലേ നടത്തിത്തരാൻ പറ്റൂ ഇല്ലയോന്ന് പറയാൻ പറ്റൂ. ദേവിക ചേച്ചി എനിക്കിപ്പോ എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതാ. അതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യണം എനിക്ക്. അതുകൊണ്ട് ഈ കല്യാണത്തിന്റെ മുഴുവൻ ചെലവും അത് ഞാൻ വഹിക്കും.
അതൊന്നും വേണ്ട. ദേവികമ്മയുടെ കല്യാണം നടത്താനുള്ള കാശ് തൽക്കാലം എൻ്റെ കയ്യിലുണ്ട്. അല്ല, വലിയ രീതിയിലുള്ള കല്യാണമൊന്നും എൻ്റെ മനസ്സിലില്ല ചന്ദ്രൻ. അതുകൊണ്ട് അച്ഛൻ തന്നെ അത് നടത്തി തന്നോളൂ. ചന്ദ്ര അതിനു വേണ്ടി 1 രൂപ പോലും മുടക്കണ്ട. അച്ഛനില്ലാത്ത കുട്ടിയാ ഞാൻ. ജീവിതത്തിൽ തനിച്ചായി പോയവള്. നിങ്ങളെ എൻ്റെ ബന്ധുക്കള്. നിങ്ങൾക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാ ആരെങ്കിലുമൊക്കെ എനിക്ക് ഉണ്ടെന്ന് തോന്നാറ്. ദയവ് ചെയ്ത് ആ അവസരം എനിക്ക് നിഷേധിക്കരുത്. കാശല്ലല്ലോ ദേവിക ചേച്ചി, ചെയ്യാനുള്ള ഒരു മനസ്സല്ലേ പ്രധാനം. എനിക്കതുണ്ട്. പറ്റില്ലെന്ന് മാത്രം പറയരുത്. അതല്ല മോളെ, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോന്ന് മോള് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം. അത് ആളുകൾ അറിഞ്ഞാൽ എന്ത് പറയും? ആരെന്ത് പറയാൻ? ആരും ഒന്നും പറയില്ല. അതിന് വേറെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ലല്ലോ. എടാ മനോഹര, ഈ കുട്ടി പറഞ്ഞത് ശരിയാ. ഈ മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ അത് നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാ. അതിലൊരു തെറ്റുമില്ല. അത് തന്നെ എൻ്റെ അഭിപ്രായം. ഈ സ്നേഹം എന്ന് പറയുന്നത് പൊതിഞ്ഞു കെട്ടിവെക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളതാ. അത് ചന്ദ്ര പ്രകടിപ്പിക്കുന്നതിൽ എന്താ കുഴപ്പം? മോള് ചെലവ് ചെയ്തോ. ഈ വീട്ടിലാരും അതിനെതിരൊന്നും പറയില്ല. ഇതറിയുമ്പോ എന്റെ അച്ഛന്റെ ആത്മാവ് സന്തോഷിക്കും. അച്ഛന്റെ ആത്മശാന്തിക്ക് വേണ്ടിയാ ഞാനത് ചെയ്യുന്നത്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോനെ. ദേവി ചേച്ചി ഇപ്പൊ തന്നെ വരണമെന്ന് തോന്നുന്നുണ്ടോ? എന്നാ പോന്നോ, സിദ്ധുവിന്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം. ഇല്ല, എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ. അതെ, അതാണ് ശരി. എല്ലാത്തിനും ഓരോ സമയമുണ്ട്. എന്നാ വരട്ടെ. ശരി മോനെ. ശരി അച്ഛാ. ശരി. ആ കുട്ടിയുടെ കാല് കഴുകി വെള്ളം കുടിക്കണം.